ഈ കാടന്മാരെ തീർച്ചയായിട്ടും തൂക്കിക്കൊല്ലണം. അതാണ് വേണ്ടത്. അതിനാണ് പോലീസ് നടപടി എടുക്കേണ്ടത്. അവരെ ജീവപര്യന്തമല്ല, അവരെ തൂക്കിക്കൊല്ലണം. ഇവർക്ക് സാമാന്യ ജനങ്ങളുടെ ബുദ്ധി പോലും ഇല്ലാത്തവന്മാരാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയത്? അതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് അടിയന്തരമായിട്ട് അവിടുത്തെ സാറുമാരെ മുഴുവൻ അവിടുന്ന് മാറ്റണം. അവരെ ഗൂഢാലോചന 120B അവരെ പ്രതിയേർക്കണം. ആ ഡിവൈഎസ്പിയുടെ ചെയ്തികൾ ശരിയല്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയം കളിക്കരുത് ഇതിനകത്ത്. ഡീൻ ഉൾപ്പെടെയുള്ളവർ എവിടെയായിരുന്നു ആ 3 ദിവസം മർദ്ദന സമയത്ത്? ഇവർക്ക് എന്താണ് പണി? ഇവർക്ക് കോളേജിലെ വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയല്ലേ അവരുടെ ചുമതല? അവരെ പഠിപ്പിക്കുകയും അവരെ ഡിസിപ്ലിനിൽ കൊണ്ടുവരികയും അവരുടെ കാര്യങ്ങൾ നോക്കുക. അവരുടെ ജീവന് യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആ ഡീൻ തന്നെയാണ് തൂങ്ങി ആണ് മരിച്ചതെന്ന് പറയാൻ മുമ്പനായിട്ട് നിൽക്കുന്നത്. അയാളാണ് കെട്ടഴിച്ചതെന്ന്. അയാൾക്ക് എന്ത് പോലീസ് അധികാരം? അയാൾക്ക് എന്താണ് വിവരം? ആ കോളേജിലുള്ള അധ്യാപകരെ മുഴുവൻ പിരിച്ചുവിടണം. കാരണം അവരുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ നോക്കണം. നമുക്ക് മരിച്ച ഒരു കുട്ടി, കൊല്ലപ്പെട്ട ഒരു കുട്ടി, 18-ാം തീയതി കൊല്ലപ്പെട്ട ആ കുട്ടിയെ പറ്റി എതിരായ ഒരു അന്വേഷണം നടത്താൻ മൃഗങ്ങളായ ഈ കോളേജ് അധ്യാപകര് 20-ാം തീയതി 21-ാം തീയതിയും ഒരു പെൺകുട്ടിയെ എന്തോ കാണിച്ചു എന്ന് പറഞ്ഞ് ഒരു എൻക്വയറി അവന്മാർ നടത്തുകയാണ്. ഇവർക്ക് സാമാന്യ ജനങ്ങളുടെ ബുദ്ധി പോലും ഇല്ലാത്തവന്മാരാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയത്? അതേപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റ് അടിയന്തരമായിട്ട് അവിടുത്തെ സാറുമാരെ മുഴുവൻ അവിടുന്ന് മാറ്റണം. അവരെ ഗൂഢാലോചന 120B അവരെ പ്രതിയേർക്കണം. അവർക്ക് ആ പോലീസ് വരുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ മൃതദേഹത്തിൽ തൊടാൻ എന്താണ് അവകാശം? തെളിവ് നശിപ്പിക്കാൻ അയാൾ കൂട്ടുനിന്നു. ആ ഒരു കുറ്റമെങ്കിലും ചെയ്തെന്ന് പോലീസ് ഉൾപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരു ആത്മഹത്യയല്ല. എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയാണത്. കഴുത്തിൻ്റെ പിന്നിൽ ഒരു മുറിവുണ്ട്. തലയോട്ടിയോട് ചേർന്നൊരു മുറിവുണ്ട്. മുഖത്ത് ഇടതുവശത്തും വലതുവശത്തും കണ്ണിന് താഴെ ഭീകരമായ മർദ്ദനത്തിന്റെ പാടുണ്ട്. 2-3 ദിവസം പഴക്കമുള്ള ചതവും മുറിവുകളും ദേഹത്തുണ്ട്. മനുഷ്യനല്ലേ ആ കുട്ടി? ഈ കാടന്മാരെ തീർച്ചയായിട്ടും തൂക്കിക്കൊല്ലണം. അതാണ് വേണ്ടത്. അതിനാണ് പോലീസ് നടപടി എടുക്കേണ്ടത്. അവരെ ജീവപര്യന്തമല്ല, അവരെ തൂക്കിക്കൊല്ലണം. നമുക്കറിയാമല്ലോ, നേരത്തെ ഒരു കേസ് ഡൽഹിയിലെ 20, 21, 22 വയസ്സുള്ള കുട്ടികളെ തൂക്കിക്കൊന്നത് നമ്മൾ കണ്ടല്ലോ. ഇവർക്കൊക്കെ പ്രായപൂർത്തിയായവരല്ലേ? ഇവരെ ആരാണ് ഇങ്ങനെ വളർത്തി ഈ വയലൻസിലേക്ക് കൊണ്ടുവന്നത്? ഇവരുടെ മനസ്സ് സമൂഹത്തിന് യോജിച്ച മനസ്സല്ല. സമൂഹത്തിന് ഇവരെ ആരെയും വേണ്ട. ഇവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ അവിടെ മർദ്ദിക്കുന്ന കണ്ട് രസിച്ച പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അവരാരും തടയാൻ പോയില്ല. ഭീഷണിയാണ്, ഭയമാണെന്ന് പറഞ്ഞാൽ പോലീസ് വിളിക്കാത്തത് സാമാന്യ ബുദ്ധിയില്ലേ ആ കുട്ടികൾക്ക്? ഈ ഒരു സംഭവം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞില്ല. 3 ദിവസം ഒരു കുട്ടിയെ ഇത്ര ഭീകരമായി ഓപ്പണായിട്ട് നഗ്നനായി നിർത്തി മർദ്ദിക്കുന്നത് വിവരം എന്തുകൊണ്ട് അവിടുത്തെ ഇന്റലിജൻസ് കണ്ടില്ല? അവിടുത്തെ ഇന്റലിജൻസ് പോലീസ് എവിടാണ്? കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ അന്വേഷണം വലിയ കേമമാണെന്നാണ് പറയുന്നത്. അന്വേഷണം കേമം അല്ല. അതുകൊണ്ട് അന്വേഷണം എത്രയും പെട്ടെന്ന് മാറ്റണം. അത് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് തന്നെ കൊടുക്കണം തൽക്കാലം. ആൺകുട്ടിയുടെ പിതാവ് കോടതിയിൽ പോകുമല്ലോ എന്ന് അറിയത്തില്ല. CBI അന്വേഷണം ആവശ്യപ്പെടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ പിതാവിൻ്റെ ഒരു വാക്കുണ്ട്, അവർക്ക് കൊന്നു തിന്നിട്ടും എൻ്റെ മകനോട് വൈരാഗ്യം തീർന്നില്ല ഡീൻ ഉൾപ്പെടെയുള്ളവന്മാർക്ക്. അവര് 20, 21-ാം തീയതിയും ഏതോ പെൺകുട്ടിയെ അവമാനിച്ചെന്നോ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞൊരു അന്വേഷണം നടത്തുകയാണ് മരിച്ചയാൾക്കെതിരായി. സാമാന്യ ബുദ്ധിയുള്ളവരാണോ ഇവര്? ഏത് രാജ്യത്ത് ജീവിക്കുന്നവരാണ്? അതുകൊണ്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ് മുഴുവൻ നോക്കണം. ഇവരെവിടാണ് പഠിച്ചത്? എങ്ങനെയാണ് ഇവർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്? ഈ നരാധനന്മാർക്ക് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റും ഇവരെ പഠിപ്പിക്കാനും ഇത്ര വലിയൊരു ഉന്നത സ്ഥാപനത്തിൽ ജോലിയും കിട്ടിയതിനെ പറ്റി അടിയന്തരമായിട്ട് അന്വേഷിക്കണം. ഇത് നമുക്ക് സമൂഹം പൊറുക്കില്ല. അവര് അപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞൊരു വാക്യമുണ്ട്, കൊന്നു തിന്നാലും വൈരാഗ്യം അവർക്ക് തീരുന്നില്ലല്ലോ. കാരണം അതിനുശേഷമാണ് 20, 21-ാം തീയതി ഒരു എൻക്വയറി നടക്കുകയാണ് അവിടെ. ഏത് രാജ്യത്താണ് ഇവർ ജീവിക്കുന്നത്? അതുകൊണ്ട് ഇവർക്കെതിരായിട്ട് 302 IPC തന്നെയാണ്. അതൊരു സൂയിസൈഡ് അല്ല. 302 IPC കയറും. അതോടൊപ്പം തന്നെ ആ കുട്ടിയെ 3 ദിവസം
അവിടെ ഒരു ക്ലാസ്സിൽ ഒരു മുറി പൂട്ടിയിട്ടു, വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പൂട്ടിയിട്ടു. 342 അധ്യാപകർക്ക് ഇതിന് പങ്കുണ്ട്. 120B ഗൂഢാലോചന അവരുമുണ്ട്. അതുകൊണ്ട് 120B ഇടണം. 302ഉം 120Bയും 342ഉം ചവിട്ടുകയും ഇടിക്കുകയും ഒക്കെ ചെയ്ത് 323 IPC. വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്, ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട് 324 IPC. നമ്മളൊക്കെ പഠിച്ചത് അതാണ്. അതുകൊണ്ടാണ് ആ ഡിവൈഎസ്പിയുടെ ചെയ്തികൾ ശരിയല്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയം കളിക്കരുത് ഇതിനകത്ത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞു, അന്വേഷണ ടീമിനെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ഇനി പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അന്വേഷണം എത്രയും പെട്ടെന്ന് അവിടുത്തെ കൽപ്പറ്റ ഡിവൈഎസ്പി എന്ന് മാറ്റണം. 3 ദിവസം ഒരു കൊച്ചിനെ ഭീകരമായിട്ട് മർദ്ദിച്ച് കൊന്നു അയാൾ അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. അത് ശരിയല്ല. ഇന്റലിജൻസ് ടോട്ടൽ ഫെയിലിയറായി. എല്ലാ കോളേജുകളിലും ഇതുപോലെയുള്ള മർദ്ദനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ട് പോലീസിന് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കണം. ഇന്റലിജൻസ് അവിടെ പരാജയപ്പെട്ടു, സ്റ്റേറ്റ് ഇന്റലിജൻസ് പരാജയപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ മികവുറ്റ അന്വേഷണം നടത്തുന്നില്ല. എപ്പോഴും അവര് റാഗിങ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. തല്ലിക്കൊന്നിട്ടാണോ റാഗിങ്ങിന്റെ ഇതിലോട്ട് പോകുന്നത്? അങ്ങനെ ഒരു വകുപ്പ് നിലനിൽക്കില്ല ഈ കേസിനകത്ത്. സെക്ഷൻ 4 റാഗിങ് ആക്ട് നിലനിൽക്കില്ല ഈ കേസിനകത്ത്. പിന്നെ എന്താണ് അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് സമൂലമായ കൃത്യമായ ഒരു അന്വേഷണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കൃത്യമായ പരിക്കുകളും കൃത്യമായ കുട്ടിയുടെ ആമാശയത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതൊരു മർഡറാണ്, ഇത് ഒരു സൂയിസൈഡ് അല്ല. 306 IPC സാറന്മാരെ കയറ്റാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. ഇവിടെ കോടതിയുണ്ട്, കോടതി പരിശോധിക്കും. അബറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡിലോട്ട് വരില്ല ഇവരാരും. അതുകൊണ്ട് ദയവ് ചെയ്ത് അന്വേഷണം കൃത്യമായിട്ട് നടക്കട്ടെ. 302 IPC പ്രകാരമുള്ള അന്വേഷണം മുന്നോട്ട് പോകട്ടെ.